ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. കുറേ കാലമായിട്ട് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായിട്ട് എന്ന് പറയാം നമ്മൾ ഇവരുടെ ലീക്ഡ് ഇമേജസിലൂടെയും സ്പൈ ഷോട്ട്സിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരുന്ന വാഹനമാണ് ഥാറിൻ്റെ 5 ഡോർ വേർഷൻ, അഥവാ ഇപ്പോൾ മഹീന്ദ്ര വിളിക്കുന്ന പോലെ ഥാർ റോക്സ്. ഈ വാഹനം അങ്ങനെ ഫൈനലി മഹീന്ദ്ര ഇപ്പോൾ അൺവെയിൽ ചെയ്തിട്ടുണ്ട്, ഒഫീഷ്യലി അൺവെയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ 2 ബേസിക് വേരിയൻസിൻ്റെ പ്രൈസും പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽഡ് പ്രൈസൊക്കെ നമുക്ക് അടുത്ത ദിവസം അറിയാൻ പറ്റും. എന്തായാലും ഇപ്പോൾ ഒരു വാഹനം അൺവെയിൽ ചെയ്തിരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ അറിയാം. സോ ഫ്രണ്ടിലത്തെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഇതിനു മുമ്പ് അവർ കാണിച്ചിട്ടുള്ള ഇമേജസ് പോലെ തന്നെയാണ്. നമുക്കിതിനകത്ത് ബോഡി കളേർഡ് ഫ്രണ്ട് ഗ്രില്ലാണ് കിട്ടുന്നത്. നമുക്ക് 3 ഡോർ ഥാറിൽ ബ്ലാക്ക് ഗ്രില്ലായിരുന്നു ഏത് വേരിയൻ്റ് എടുത്താലും ഓർ ഏത് കളർ ഓപ്ഷൻ എടുത്താലും കിട്ടിക്കൊണ്ടിരുന്നത്. ഇതിൻ്റെ അകത്ത് പക്ഷേ ഗ്രില്ലിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. 2 പീസ് പോലെയാണ് ഗ്രില്ല് വെച്ചിരിക്കുന്നത്. ബോഡി കളേർഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് LED ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്, LED പ്രൊജക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ DRLസിൻ്റെ പൊസിഷൻ നമ്മുടെ ഹെഡ്ലൈറ്റ്സിലോട്ട് തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. റൗണ്ട് DRLs പോലെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് സൈഡ് ടു ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് പഴയ DRLs വെച്ചിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോഗ് ലാംപ്സ് ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ താറിൻ്റെ 3 ഡോറിൽ ഇല്ലാത്ത സിൽവർ സ്കിറ്റ് പ്ലേറ്റ്സ് പോലത്തെ ഒരു ട്രീറ്റ്മെൻറ്റും കുറച്ച് വലിയ ബമ്പേഴ്സും ഈ വാഹനത്തിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ വാഹനത്തിൻ്റെ കറക്റ്റ് ലെങ്ത് ഒക്കെ അറിയാം. 4.3 മീറ്റേഴ്സ് ആണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡോറിൻ്റെയൊക്കെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ 3 ഡോർ ഥാറിനേക്കാൾ ഫ്രണ്ടിലത്തെ ഡോറിന് ഇത്തിരി ലെങ്ത് കുറവാണ്. ബാക്കിലത്തെ ഡോറിലേക്ക് വരുമ്പോഴേക്കും അതിനും അത്ര ലെങ്ത് ഇല്ല. പക്ഷേ എന്നാൽ ഡോർ ഹാൻഡിൽസ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടതുപോലെ തന്നെ CPL ആയിട്ടാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. അത് ഥാറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു പ്ലേസ്മെൻ്റ് ആണ് എന്ന് പറയാം. പിന്നെ ടയർ സൈസിൽ ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ഇതിനകത്ത് 19 ഇഞ്ച് അലോയ് വീൽസ് ആണ് കിട്ടുന്നത്. 3 ഡോർ ഥാറിൽ 18 ഇഞ്ച് വീൽസ് ആയിരുന്നു. അത് കാണുമ്പോഴും നമുക്ക് അത്യാവശ്യം സൈസിന് ഡിഫറൻസ് തോന്നുന്നുണ്ട്. 3 ഡോർ ഥാറിലെ ടയറിൻ്റെ പ്രൊഫൈൽ കുറച്ച് വലുതും ടയർ ഒരു നോർമൽ സൈസ് പോലെയാണ് തോന്നിയിരുന്നത് ആ വാഹനത്തിൻ്റെ റോഡ് പ്രസൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ. ഇതിൻ്റെ അകത്ത് പക്ഷേ ടയറും ബോഡിയൊക്കെ അത്യാവശ്യം നല്ല ഒരു സൈസിൽ ഇരിക്കുന്ന പോലെ തന്നെ തോന്നും. പിന്നെ നമുക്കറിയാം ബാക്കിലോട്ട് വരുമ്പോഴേക്കും ആ റൂഫിൻ്റെ ഒരു ചെറിയ ചെരിവ്, അതായത് നമ്മളിപ്പം റാംഗ്ലറിലൊക്കെ കാണുന്ന സ്ട്രൈറ്റ് ആയിട്ടാണ് ഇതിൻ്റെ CPLറിൻ്റെ അവിടെയുള്ള ബാക്കിലത്തെ പോർഷൻ്റെ കട്ടൗട്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് അവർ നമ്മുടെ കോട്ട ഗ്ലാസ് ഏരിയ കൊടുത്തിരിക്കുന്ന ഒരു ഇത്തിരി സ്ലാൻഡിങ് ആയിട്ടാണ്. അത് റാംഗ്ലർ പോലെ ഇരിക്കാതിരിക്കാൻ ചെയ്തതായിരിക്കാം. എന്തായാലും അതങ്ങനെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ നമുക്ക് സൈഡിലായിട്ട് 4x4 ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ റിയർ പ്രൊഫൈൽ ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 ഡോർ ഥാറിൽ വന്ന പോലെ തന്നെ 2 സെക്ഷനായിട്ടാണ് വരുന്നത്. മുകളിലത്തെ ഗ്ലാസ് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും മുകളിലേക്ക്. അതുപോലെ നമ്മുടെ ബാക്കിലത്തെ ഡോർ സൈഡ് ബൈസും തുറക്കാൻ പറ്റും. ടെയിൽ ഗേറ്റ് മൗണ്ടഡ് ആയിട്ടുള്ള സ്പെയർ വീലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഫുൾ സൈസ് അലോയ് തന്നെയാണ് 3 ഡോർ ഥാറിൽ വരുന്ന പോലെ തന്നെ. പിന്നെ ടെയിൽ ലൈറ്റ്സിന് ഡിസൈനിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. നമുക്ക് C ഷേപ്പ് ടെയിൽ ലൈറ്റ്സ് ആണ് കിട്ടുന്നത്. അതും മൊത്തം ഒരു കണ്ടിന്യൂസ് LED സ്ട്രിപ്പ് പോലെ തന്നെയാണ് വരുന്നത്. 3 ഡോർ ഥാറിൽ നമുക്ക് കുറച്ച് ഡോട്ട് ആയിട്ടുള്ള പാറ്റേണിലുള്ള LED ലൈറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് വരുന്ന ബാക്കി ലൈറ്റ്സ്, അതായത് സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഹാലജൻ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് വരികയാണെങ്കിൽ അവിടെ നമുക്ക് അത്യാവശ്യം നല്ല ഡിഫറൻസ് പറയാൻ പറ്റും, പ്രത്യേകിച്ച് 3 ഡോർ ഥാറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഒന്നാമത്തെ കാര്യം, ഇതിനകത്ത് ഡ്യുവൽ ടോൺ ഇൻറ്റീരിയേഴ്സ് ആണ് കിട്ടുന്നത്. അത് ഇതിനു മുന്നേയുള്ള സ്വൈപ്പ് പിക്സിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ എന്നാൽ ഇപ്പോൾ ഒരു ഒഫീഷ്യൽ അൺവെയിൽ ചെയ്തതിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ടോപ്പ് പോർഷൻ ബ്ലാക്ക് ആണ് കിട്ടുന്നതെങ്കിലും അത് സോഫ്റ്റ് ടച്ച് ഫിനിഷിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതും ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാം ഫുൾ ടോപ്പിലത്തെ ഒരു പാനൽ കംപ്ലീറ്റ്ലി സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു ലെതർ സ്റ്റിച്ചിങ് പോലത്തെ സംഭവം കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല നമുക്ക് ഡോർ പാഡ്സിലൊക്കെ ഡ്യുവൽ ടോൺ ഫിനിഷും അതുപോലെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസും ഒക്കെ തന്നെ അവൈലബിൾ ആണ്. അതായത് നല്ലൊരു പ്രീമിയം ക്യാബിനാണ് ഒരു 5 ഡോർ ഥാറിൽ കൊടുത്തിരിക്കുന്നത് എന്ന് പറയാം. ഥാർ എപ്പോഴും നമ്മളൊരു ഇത്തിരി റഗഡായിട്ടുള്ള ഓഫ് റോഡ് വണ്ടിയായിട്ടായിരുന്നു അസോസിയേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ 5 ഡോർ ഥാർ അങ്ങനെയല്ല. പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ 700ലും അതുപോലെ സ്കോർപ്പിയോനിലൊക്കെ കണ്ട അതേ ഡിസൈനുള്ള സ്റ്റിയറിംഗ് വീലാണ്. ക്രൂസ് കൺട്രോൾ, സ്റ്റിയറിംഗ് മോണിറ്റർ കൺട്രോൾസിൻ്റെ ഒക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഞാൻ ഇതിനു മുമ്പ് ഈ സ്റ്റിയറിംഗ് കണ്ടപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഇത് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആവാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അതെന്തായാലും അങ്ങനെ തന്നെയായി. നമുക്കിതിൻ്റെ അകത്ത് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണ് കിട്ടുന്നത്. 3 ഡോറിൻ്റെ അകത്ത് ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആയിരുന്നു. അതുകൊണ്ട് അത് ഇത്തിരി ടൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഇത് പക്ഷേ നമ്മൾ സ്കോർപ്പിയോനിലും XUV700 കണ്ട പോലെ വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലായിരിക്കും. ഒബ്വിയസ്ലി ലെതർ റാപ്ഡ് ആണ്. പിന്നെ 10.25 ഇഞ്ചസിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. AC വെൻസിൻ്റെ ഡിസൈനൊക്കെ അവർ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇൻഫാക്ട് നമ്മൾ മൊത്തത്തിലുള്ള ഡാഷ്ബോർഡ് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ആ 3 ഡോർ ഥാറുമായിട്ട് സിമിലർ ആണ്. അവർ കുറച്ചുകൂടെ പ്രീമിയം ടച്ച് ഈ ഒരു വാഹനത്തിൽ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വ്യത്യാസം പറയാൻ പറ്റുള്ളൂ. ഇനി സെൻറ്റർ കൺസോൾ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ പുതിയ 10.25 ഇഞ്ചസിൻ്റെ അഡ്രിനോക്സ് കണക്ടിവിറ്റിയൊക്കെയുള്ള ഇൻഫോടൈം സിസ്റ്റം നമുക്ക് കാണാം. ഇതിനകത്ത് കണക്റ്റഡ് കാർടെക്കിൽ വരുന്ന ഫീച്ചേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വോളിയം അഡ്ജസ്റ്റർ മാനുവലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് താഴേക്ക് വരികയാണെങ്കിൽ ഓട്ടോ AC കൺട്രോൾ പാനലാണ് കിട്ടുന്നത്. സിംഗിൾ സോൺ AC ആണ്. 700ലും സ്കോർപ്പിയോനിലും ഉള്ള പോലെ ഡ്യുവൽ സോൺ അല്ല. പക്ഷെ എന്നാൽ പോലും കുഴപ്പമില്ല. 3 ഡോർ ഥാറിനകത്ത് നമുക്ക് മാനുവൽ AC ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ താഴത്തോട്ട് വരികയാണെങ്കിൽ വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ കൺട്രോൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. വയർലെസ് ചാർജിങ് പാഡ് ഈ വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനും ഈ വാഹനത്തിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ടും ഉണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞില്ല. അത് നമ്മൾ ഈ സ്കോഡയുടെ വണ്ടികളിലൊക്കെ കാണുന്ന പോലെ കീ ഇട്ടിരിക്കുന്ന സ്ഥലത്താണ് ഇതിൻ്റെ പുഷ് ബട്ടൻ്റെ ആ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നത്.
പിന്നെ ഇപ്രാവശ്യം ഈ വാഹനത്തിൻ്റെ പവർ വിൻഡോസിൻ്റെ കൺട്രോളൊക്കെ നമുക്ക് ഡോറിൽ തന്നെയാണ് കിട്ടുന്നത്. ഡ്രൈവർ സൈഡ് ഡോറിലും 4 പവർ വിൻഡോ കൺട്രോൾസ് ഉണ്ട്. അത് സെൻറ്റർ കൺസോളായിട്ട് കൊടുത്തിട്ടില്ല. ഇതൊരു ലക്ഷറി വാഹനം പോലെയാണല്ലോ ഇപ്പോൾ ആയത്, അതുകൊണ്ടായിരിക്കും. പിന്നെ പവർ വിൻഡോസിൻ്റെ കൺട്രോൾസ് ആണെങ്കിൽ പോലും നമ്മൾ XUV700 കണ്ടതുപോലത്തെ പവർ വിൻഡോ സ്വിച്ചസ് ആണ്, അതും മാറ്റിയിട്ടുണ്ട്. അല്ലാണ്ട് ഓൾഡ് സ്കൂൾ ടൈപ്പ് അല്ല കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഇലുമിനേഷനൊക്കെ ഉണ്ട്. ഇവർ ഈ വാഹനത്തിൻ്റെ ടെസ്റ്റിംഗ് 1-2 വർഷം മുന്നേ തുടങ്ങിയ സമയത്ത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഇത്രയും ഫീച്ചേഴ്സൊക്കെ ഈ വാഹനത്തിൽ വരുന്നത്. പ്രത്യേകിച്ച് പാനറോമിക് സൺറൂഫ്. അതെ, നിങ്ങൾക്ക് ഇനി അറിയില്ലെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ കണ്ടോളൂ. ഇതിൻ്റെ നമുക്ക് പാനറോമിക് സൺറൂഫ് അവൈലബിൾ ആണ്. മെറ്റൽ റൂഫാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാനറോമിക് സൺറൂഫ് ഒബ്വിയസ്ലി പോസിബിൾ ആണ്. അതുപോലെ 8 സ്പീക്കേഴ്സിൻ്റെ ഹാർമൻ കാർഡൻ ഓഡിയോ സിസ്റ്റമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതിൻ്റെ ട്വിറ്റേഴ്സൊക്കെ നമുക്ക് ഡോറിൻ്റെ അകത്ത് ഡോർ പാഡ്സിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാം. അതുകൊണ്ട് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ യാതൊരു കുറവും ഇതിനകത്ത് അവർ വരുത്തിയിട്ടില്ല. ബാക്ക് സീറ്റ്സിലേക്ക് വരികയാണെങ്കിൽ അവിടെയും അത്യാവശ്യം കംഫർട്ട് ഉണ്ട്. നമുക്ക് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് 4 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളാണ് ടോട്ടൽ വരുന്നത്. ബാക്കിലിരിക്കുന്ന നടുവിലത്തെ പാസഞ്ചറിനും ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അഡ്ജസ്റ്റബിൾ അല്ലാന്നേ ഉള്ളൂ. അതുപോലെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഇതിൻ്റെ അകത്ത് ആംറസ്റ്റ് അവൈലബിൾ ആണ്. ഫ്രണ്ടിൽ പ്രോപ്പറായിട്ടുള്ള ആംറസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ 3 പേർക്കും 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ്സ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ ഒരു AC വെൻറ്റും ചാർജിങ് പോയിൻറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതും ഈ വാഹനത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംവിധാനമാണ്. പിന്നെ ഡോർ ഹാൻഡിൽസ് അകത്ത് വരുന്നത് നമുക്ക് ക്രോം ഫിനിഷാണ്. പുറത്തെ ഡോർ ഹാൻഡിൽസ് ഒക്കെ നമുക്ക് സാധാരണ മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് കിട്ടുന്നത്. ഈവൻ ORVMസും മാറ്റ് ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രൈസും എഞ്ചിൻ ഓപ്ഷൻസും കൂടെ അറിയണമല്ലോ. ഇപ്പോൾ അവർ ആക്ച്വലി ബേസിക് വേരിയൻസിൻ്റെ പ്രൈസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത ദിവസമായിരിക്കും നമുക്ക് ടോപ്പ് എൻഡിൻ്റെയൊക്കെ പ്രൈസ് അറിയാൻ പറ്റുന്നത്. എന്തായാലും ബേസിക് പെട്രോൾ മോഡലിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 12.99 lakh rupees ആണ്. അതുപോലെ തന്നെ ബേസിക് ഡീസൽ മോഡലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 13.99 lakh rupees ആണ്. അതായത് 13 lakhs-ഉം 14 lakhs-ഉം ആണ് ഇതിൻ്റെ ബേസിക് വേരിയൻസിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയാം. ഇപ്പോൾ മഹീന്ദ്ര എല്ലാ സമയത്തും വാഹനങ്ങൾ ഇനീഷ്യലി ഇറക്കുന്ന സമയത്ത് വളരെ അഗ്രസീവായിട്ടുള്ള പ്രൈസിങ് സ്ട്രാറ്റജിയാണ് പിടിക്കാറുള്ളത്. അത് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ കേസിലും സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇനീഷ്യലി 1.5 ലിറ്റർ ടർബോ ഡീസൽ വരുമെന്നുള്ള പ്രഡിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെന്തായാലും സംഭവിച്ചിട്ടില്ല. മഹീന്ദ്ര ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ എഞ്ചിൻ ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അവർ ബേസിക് മോഡൽസിൻ്റെയൊക്കെ പവർ ഫിഗേഴ്സ് പുറത്തുവിട്ടിട്ടുണ്ട്, ജസ്റ്റ് ബേസിക് എഞ്ചിൻസിൻ്റെ മാത്രം. അതിൻ്റെ തന്നെ ഹയർ സ്റ്റേറ്റ് ഓഫ് ട്യൂൺസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. പക്ഷേ എന്തായാലും പെട്രോളിൻ്റെ ബേസിക് മോഡലിൻ്റെ അകത്ത് പവർ വരുന്നത് 162 PS ആണ്. അതുപോലെ 330 Nm ഓഫ് ടോർക്കാണ്. അത് തന്നെ 6 സ്പീഡ് മാനുവൽ, 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ ബേസിക് ഡീസൽ മോഡലിൻ്റെ പ്രൈസ് പവർ വരുന്നത് 152 PS-ഉം അതുപോലെ അതും 330 Nm തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പം 3 ഡോർ താർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പെട്രോളിലാണെങ്കിലും ഡീസലിലാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പവർ ബമ്പ് വന്നിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ ഈ 152 bhp ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാം ഡീസൽ എഞ്ചിൻ എന്തായാലും ആയിരിക്കും യാതൊരു സാധ്യതയില്ല. അത് 2.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ തന്നെ ആയിരിക്കും എന്നുള്ളത്. 1.5 ആണെങ്കിൽ അതിന് 115 PS ആണ് അവർ നോർമലി കൊടുക്കാറുള്ളത്. അതിപ്പോൾ ബൂസ്റ്റ് ചെയ്ത് 152 bhp ഒക്കെ ആക്കണമെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് പണിയെടുക്കേണ്ടി വരും. അതുകൊണ്ട് അതാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇനി ഇൻ കേസ് അത് 1.5 ഡീസൽ ആയിരുന്നെങ്കിൽ അവർ മാക്സിമം ട്രൈ ചെയ്യുന്ന ഡീസലിൻ്റെ പ്രൈസ് മാക്സിമം കുറച്ച് വയ്ക്കുക എന്നുള്ള രീതിയിലായിരിക്കും. ഇപ്പോൾ എന്തായാലും സംഭവിച്ചിട്ടില്ല. പിന്നെ ബേസ് മോഡൽ റിയർ വീൽ ഡ്രൈവ് തന്നെയാണ്. ഇവരിപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രൈസും റിയർ വീൽ ഡ്രൈവിൻ്റെ മാത്രമാണ്. നമുക്ക് ബേസിക് വേരിയൻസ് റിയർ വീൽ ഡ്രൈവിൽ മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. കൂടുതൽ മുകളിലേക്ക് പോകുമ്പോഴാണ് 4x4 ഓപ്ഷൻ കിട്ടുന്നത്. ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞില്ലേ, ഇനിയിപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ അറിയാം. ഇവർ ഈ പാതിരാത്രി തന്നെ വണ്ടി എന്തിനു ലോഞ്ച് ചെയ്തതെന്ന് എനിക്കറിയില്ല. അറ്റ്ലീസ്റ്റ് ഒരു 7 മണി 8 മണിക്കെങ്കിലുമൊക്കെ ഇറക്കായിരുന്നു. എനിവേ, കാർ റോക്സിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.